നിൽക്കല്ലേ അവന്. എന്നിട്ട് അതല്ല രസം, നമ്മളെ കുട്ടികളൊക്കെ പോക്കറ്റ് കൈയിട്ടാന്ന് ചിലപ്പം കിട്ടൊരു കൂപ്പൺ ഉണ്ട്, മാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞാണ്ട് ഒരു കൂപ്പൺ. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലത്തെ കൂട്ടി പറഞ്ഞ് ഈ കൂപ്പണായിട്ട് മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലാണ്ട് തുറക്കണം, 7 മണിക്ക് നമ്മളാണ്ട് ഇരിക്കണം അവിടെ, രാത്രി 9:00 നീക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. എന്താ 7 മണിക്ക് അവിടെ പോയി നമ്മൾ ഇരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൂപ്പൺ മറിക്കുന്നു. മനോരമന്റെ ഈ മഴവിൽ എന്ന് പറയുന്ന ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്കങ്ങൾ വരുന്നു. ആ അക്കം നമ്മുടെ കൂപ്പണിലുള്ള അക്കവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ പരിശോധിക്കുന്നു. അങ്ങനെ അതിൽ വന്ന അക്കവും നമ്മുടെ കൂപ്പണിലുള്ള അക്കവും ഒന്നാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് കോയിൻ സമ്മാനം അടിക്കുന്നു. ഏത് കുട്ടി അതിന് ഇരിക്കാതൊക്കെ നിങ്ങൾ പറയും? മലയാള മനോരമ വരിക്കാരന്റെ എല്ലാ വരിക്കാരെ വീട്ടിലേക്കും ഈ കൂപ്പൺ സൗജന്യമായി കിട്ടും ചെയ്യുന്നു. ഷറയിലെ ഇങ്ങനെ എന്തിനാ പിന്നെ ഏണി വെച്ചു കൊടുക്കുന്നത് കൂട്ടരെ, നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷെ ഇതൊക്കെ ഒരു ബ്രെയിൻ വാഷിംഗ് ആണ്, ഒരു മസ്തിഷ്ക പ്രക്ഷാളനം. നമ്മുടെ കുട്ടികളെ ബ്രെയിൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുകയാണ്. സത്യത്തിൽ ഞാനതാ പറഞ്ഞത്, വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും എന്താണ് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനുള്ള ഒരു യന്ത്രം, പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ പോയി പങ്കെടുക്കാനുള്ള ഒരു യന്ത്രം. പണ്ട് ഉപ്പയും ഉമ്മയും അങ്ങനല്ല. എന്റെ കുട്ടി എന്ത് വേഷം ധരിക്കണം, എന്റെ കുട്ടി എന്ത് സംസാരിക്കണം, എന്റെ കുട്ടി ആരോട് ഇടപഴകണം, എന്റെ കുട്ടിയുടെ സംസാര ശൈലിയും അവന്റെ ബോഡി ലാംഗ്വേജ്, അവന്റെ ശരീരഭാഷയും എങ്ങനെയാകണം എന്നൊരു കുട്ടി രക്ഷിതാവ് തീരുമാനിച്ചു അല്ലേ? ഇവിടെ ആലോചിച്ചു നോക്കാൻ. നമ്മുടെ ഒരു മാറ്റം ഇവിടെ പി അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം ചൊല്ലിയ കവിത ഉണ്ടല്ലോ, അനശ്വരമായൊരു വാക്കാണ് ഷാഫി ഇമാമിന്റെ കവിത. അദ്ദേഹം അതിവിടെ ചൊല്ലി എത്ര ആള് ശ്രദ്ധിച്ചു ഞാൻ ആലോചിച്ച. മഹാനായ ഷാഫി ഇമാം പറഞ്ഞൊരു വാക്കാണ്, വളരെ അർത്ഥഗർഭം ചുമന്നൊരു കവിതയാണ്. യതീം യതീം എന്ന് നമ്മൾ നാട്ടിൽ വിളിക്കുന്നത് ആരെപ്പറ്റിയാണ്? ഉപ്പ മരിച്ച കുട്ടിയെപ്പറ്റി യതീം എന്ന് നമ്മൾ വിളിക്കുകയാണ്. 15 വയസ്സിന്റെ മുമ്പ് രക്ഷിതാവായ നാഥൻ പിരിഞ്ഞുപോയ കുട്ടിയെപ്പറ്റി നാട്ടുകാർ യതീം എന്ന് വിളിക്കുകയാണ്. എന്നാൽ മഹാനായ ശാഫി ഇമാം പറയാണ്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയുന്നത്? ബാലിൽ യതീമുൽ യതീമുൽ ഇൽമി വൽ അദബി. എന്നാൽ നിങ്ങൾ കാര്യം കേട്ടോ, ഉപ്പ മരിച്ച 15 വയസ്സിന്റെ മുമ്പുള്ള കുട്ടിയല്ല യതീം. അവനെ നിങ്ങളാരും യതീം എന്ന് വിളിക്കുകയും വേണ്ട. അത് അവനോട് യോജിച്ച സ്ഥാനമല്ല. അക്ഷരാർത്ഥത്തിൽ യതീം ആരാണ്? യതീമുൽ ഇൽമി വൽ അദബി. ഇൽമും അദബും ഇല്ലാതെ പോയവനാണ് കാലത്തിന്റെ മുമ്പിലെ യതീം. ഇൽമും അദബും ഇല്ലാത്തവനാണ് യതീം അല്ലേ? എന്താണ് ആ വാക്കിന്റെ കറുപ്പ്? ഒറ്റ വരി മതി, ഒറ്റ വരി. അത് നേരം വെളുക്കോളും ചർച്ച ചെയ്യാനുള്ള ഒരു പോയിന്റാണ്. ഒറ്റ വരി മതി. അത് മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം നമ്മുടെ മുമ്പിലൂടെ പാടിപ്പോയ വരിയാണ്. ആ വരിയെ അനശ്വരമാക്കാൻ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധ്യമാകുണ്ടോ? നമ്മളൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ കൽബിനോടൊരു ചോദ്യം. ഐശ്വര്യ റായിയുടെ പ്രസവം ചർച്ച ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മാപ്പിളക്കുട്ടി, നമ്മുടെ മുമ്പിൽ ആഖിറമുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ. ആ ഐശ്വര്യ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കടന്നുപോയിട്ട് ഗ്ലാസ് നോക്കിയിട്ട് തന്റെ മൃദുലമായ ചുണ്ട് മിനിക്കുന്നത് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ്. എന്നാൽ ആ ചുണ്ടുകൾ നാളെ 6 അടി മണ്ണിൽ അരിച്ചിറങ്ങുന്ന പുഴുവിന്റെ ഭക്ഷണമാണ്. അത് തിന്നാൻ നടക്കേണ്ടി വരും നമ്മൾ. പിന്നെ അല്ലെങ്കിൽ എന്തിനാ ആരാൻ ഛർദിച്ചോ തിന്നാൻ പോണത്? നമ്മളതല്ലേ ചെയ്യണത്, നമ്മൾ ഏർപ്പാടതല്ലേ. അങ്ങനെ ദാസ്യവേല ചെയ്യുന്ന പണിയാണ്. ആരാധ കഥാപാത്രങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നത് അവരെയാണ്. പാകിസ്ഥാന്റെ മുൻ PPP അധ്യക്ഷനുണ്ടല്ലോ ബേനസീർ ഭൂട്ടോ, ഇപ്പത്തെ സർദാറിന്റെ ഇപ്പത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യയായിരിക്കുന്ന ബേനസീറും. ആ ബേനസീറാണ് ലാഹോറിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് തന്റെ ആരാധകർ പങ്കെടുക്കുന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് തന്റെ ചുണ്ടിങ്ങനെ ചോപ്പിക്കുന്ന രംഗം മലയാള മനോരമയിൽ കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട്. ചുണ്ടുകൾ ഇങ്ങനെ ചോപ്പിക്കാൻ ലക്ഷ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട്.
മുഖം മിനുക്കുകയാണ്. ആ ബേനസീറിന്റെ ചുണ്ടുകൾ എന്തിനുള്ള ഒരുക്കായിരുന്നു അവൾ ലിപ്സ്റ്റിക് ഇട്ടത്? ഖബറിലേക്ക് പോകാൻ. എന്തേ? ഈ ഒരിഞ്ഞ റൂമെന്ന് സ്വന്തം അംഗരക്ഷകന്റെ കൂടെ വണ്ടി കയറിപ്പോയ ബേനസീർ 10,000 ലക്ഷങ്ങളെ കാണുന്നതിന്റെ മുമ്പ് വഴിയിൽ വെച്ചിട്ട് തന്റെ ഭരണീയന്റെ വെടി തന്റെ ശിരസിലേക്ക് തറച്ചിട്ട് പെടഞ്ഞു മരിച്ചു വീഴാണ്. നമ്മൾ കണ്ടില്ലേ? ആരായിരുന്നു കേണൽ മുഅമ്മർ ഗദ്ദാഫി? അല്ലേ? മുഹമ്മദ് ഇദ്രീസ് രാജാവിനെ 969 ഭരണത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ട് ആ സിംഹാസനത്തിൽ കയറിയിരുന്ന മനുഷ്യനാണ് മുഅമ്മർ ഗദ്ദാഫി. ചില്ലറക്കാരനാണ്. ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂഗർഭ അറയിൽ 3000 അറകളുള്ള സമാന്തര ലിബിയ പണിതുകൊണ്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ഗദ്ദാഫി. ആ ഗദ്ദാഫിക്ക് സഞ്ചരിക്കാൻ സൂപ്പർസോണിക് വിമാനങ്ങൾ, ജെറ്റ്. ആ ഗദ്ദാഫി ഒരു നാട്ടിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ ആമസോൺ ഗാർഡ് എന്ന് പറയുന്ന 50 സ്ത്രീകൾ അടങ്ങുന്ന പെൺപട, വളരെ ആയുധ സജ്ജീകരണങ്ങളും ആയോധന കലകളിൽ പരിശീലനവും സിദ്ധിച്ച 50 യുവതികൾ, ഇത്ര പ്രായത്തിന്റെ ഇടയിലുള്ള യുവതികൾ. അദ്ദേഹം ഒരു മരുഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് വലയം ചെയ്യാൻ, ആ വലയം ചെയ്യുന്ന ഈ പെൺപടക്ക് അദ്ദേഹം നൽകിയ പേര് ആമസോൺ ഗാർഡ് എന്നാണ്. അങ്ങനെ ഒരു ഗാർഡ് അദ്ദേഹത്തിന്. ആ ഗദ്ദാഫി സൂര്യതാപത്തിൽ നിന്ന് തന്റെ മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടി, കണ്ണുകളെ രക്ഷപ്പെടുത്താൻ ധരിച്ചിരുന്ന സൺഗ്ലാസ് എന്ന് പറയുന്ന കണ്ണടക്ക് 2.5 ലക്ഷം രൂപയാണ്. ആഫ്രിക്കൻ വംശജനായ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം തന്റെ കാപ്പിരി മുടി മറക്കാൻ ധരിച്ച തൊപ്പി, കൗബോയ് എന്ന് പറയുന്ന തൊപ്പിയ 3.5 ലക്ഷം രൂപയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടെന്നിട്ട് എവിടെ പോയി മുതലൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ. അങ്ങനെ കിടക്കുന്ന ഗദ്ദാഫിയൊക്കെ മരിക്കുന്ന കോലം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇമാജിൻ ചെയ്തത് അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ ചൈനയിലോ റഷ്യയിലോ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലോ ഒക്കെ ഉള്ള ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ശീതീകരിച്ച റൂമിൽ അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടുകൂടെ മരിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല. ചക്രശ്വാസം ഭരിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു അയാൾ, അല്ലേ? ആ മുതൽ എങ്ങനെ മരിച്ചതെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. സീർത്ത് എന്ന് പറയുന്ന തന്റെ ജന്മസ്ഥലമായ ലിബിയ എന്ന വിശാല രാജ്യത്തിന്റെ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിലൂടെ അഴുക്ക് വെള്ളം ഒലിച്ചു പോകുന്ന, മലിനവെള്ളം ഒലിച്ചു പോകുന്ന ഓട, ആ അഴുക്ക് ജാലിൽ നിന്ന് പിടിച്ച് വലിച്ചിറക്കിയിട്ട് സ്വന്തം ഭരണീയനായ മനുഷ്യന്റെ വെടിയുണ്ടകൾ നെഞ്ചടത്തിലേക്ക് വാങ്ങിയിട്ട് പെടഞ്ഞു മരിച്ചുപോയി അദ്ദേഹം. എന്നിട്ടോ അദ്ദേഹത്തെ ഖബർ അടക്കുന്നതിന്റെ മുൻപ് 2 ദിവസം തന്റെ ഭൗതിക ശരീരം, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചത് എവിടെയാ? ഏതെങ്കിലും ഫ്രീസറിലാണോ? അല്ല, ലിബിയയുടെ പട്ടണമായിരിക്കുന്ന സീർത്തിന്റെ തന്നെ പ്രവിശ്യയിൽപ്പെട്ട ഒരു മീൻ മാർക്കറ്റിൽ, ഒരു മത്സ്യ മാർക്കറ്റിൽ. ആ മത്സ്യ മാർക്കറ്റ് സെൻട്രലൈസ്ഡ് ഫ്രീസ് ചെയ്യാൻ സൗകര്യമുള്ള, റെഫ്രിജറേറ്റർ സൗകര്യമുള്ള, AC സൗകര്യമുള്ള മാർക്കറ്റാണ്. ആ മാർക്കറ്റിന്റെ നടുത്തളത്തിലാണ് ഈ മനുഷ്യന്റെ ഡെഡ് ബോഡി പൊതുപ്രദർശനത്തിന് വെച്ചത്. നമ്മളൊക്കെ ഒരു ഇമാജിനേഷനിൽ അദ്ദേഹം എങ്ങനെ മരിക്കേണ്ട ആളാ, അല്ലെ? 3/4 മണിക്കൂർ കൊണ്ട് ലോകത്തിന്റെ ചിത്രം മാറി. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ 3/4 മണിക്കൂർ കൊണ്ട് ഈ രംഗം മുഴുവൻ ഒപ്പിയെടുത്ത് ലോകത്തിന്റെ സകല കോണിലേക്കും സംപ്രേഷണം ചെയ്തു. അവസാനം മലപ്പുറത്തിരിക്കുന്ന നാടൻ കാക്ക ന്യൂസ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ലിബിയയുടെ ഭരണാധികാരിയുടെ ഞെട്ടറ്റ ചേതനയറ്റ രക്തം വാർന്നൊഴുകുന്ന ശരീരം. എന്തേ? അതല്ല വലിയ പാഠം പഠിപ്പിച്ചാണ്. ഗദ്ദാഫിയുടെ അന്ത്യയുഗത്തിൽ ജീവിച്ച നമ്മൾ ഗദ്ദാഫി അങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞാണ്ട് ഒരു വെറും വർത്താനം പറയുന്നതിലപ്പുറം വലിയൊരു പാഠം ഇതിന് നമുക്കുണ്ട്, വലിയൊരു പാഠം. എന്തേ അതൊക്കെ? ഇങ്ങനത്തെ ഒരു ഭരണാധികാരി, ഇങ്ങനെ ജീവിച്ച മനുഷ്യൻ.